ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? നമുക്കങ്ങനെ സുഖമായിട്ട് പോകണം. ഇപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. തട്ടലും മുട്ടലൊക്കെ ഉണ്ട്. എന്നാലും തട്ടലും മുട്ടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരെ വയ്യായികകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ഇപ്പോൾ സ്മൂത്തായിട്ട് പോകണു. ഇതാരത്? ദേ അപ്പാപ്പ വന്നേക്കണ്. അപ്പാപ്പ എങ്ങനെയാ വന്നേ? എങ്ങനെയാ വന്നേന്ന്? ബസ്സിന് വന്നാ? അപ്പച്ചനും ജലദോഷം ഉണ്ടെന്ന് പറഞ്ഞല്ലേ? ജലദോഷം ഉണ്ടാ? വരാൻ പറയാ അപ്പാപ്പനോട്. അപ്പാപ്പ വന്നു പറയും. ബാബപ്പാപ്പ വന്നു പറയും. അവിടെ അടച്ചിട്ടേക്കാ. അമ്മാമ്മ പുറത്തുനിന്ന് കുട്ടിയിട്ടിട്ട് പോയേക്കണേ. ഓ, കോലുമിട്ടായി. അപ്പ അവനോട് വരാൻ പറയാ. അകത്തേക്കാരാൻ പറയും. ദേവന്റെ അടുത്ത് കൊച്ചു നോക്കണേ. അവന് നിരൂപിച്ചു കേറിയിരിക്കി. അവിടെ മഴയുണ്ട്. നല്ല മിഠായി കിട്ടില്ലടാ, കുറുമ്പി. കോലുമിട്ടായി ആദമിന് കൊട്ടക്കേക്ക്. അമ്മാമ്മ ഇവിടെ ഇല്ല. അമ്മാമ്മ കുടുംബ സമ്മേളനത്തിന് പോയിക്കാ. എവിടെയാണോ? ആരുടെ വീട്ടിലാണോ? ചായ ആരുടെ വീട്ടിലാണ്? അവന്റെ നെറ്റത്ത് കുതുകുത്തിരിക്കുന്നു. ഈശോയൊക്കെ പോയി പറഞ്ഞത്. പാപ്പന്റെ ഈ പറയാണ്ട് വന്നിട്ടുണ്ട്. ചായ വെക്കട്ടെ. അമ്മാവണെങ്കിൽ കുടുംബ സമ്മേളനത്തിന് പോയിക്കാ. തിന്നിട്ട് കോണം വെക്കണേ. ആദത്തിന് ഇഷ്ടപ്പെട്ട സാധനമുണ്ട്, കൊട്ടക്കേക്ക്. അതിന് എവിടെ പോയാലും ഇപ്പൊ ഈ സാധനത്തിനോട് എന്തോ ഒരു ഭ്രമുണ്ട്. ഇത് ആരാ റൂട്ടിന്റെ ബിസ്ക്കറ്റ്. കോലുമിഠായി ചേക്കാൻ വേഗെടുത്ത് തിന്നിട്ടുണ്ട്. എന്നിട്ടിത് 5 സ്റ്റാറാ. ഇത് പറഞ്ഞാൽ ഞാൻ തിന്നാം. പിള്ളേർക്ക് കൊണ്ടുവരുന്നത് ഫസ്റ്റ് തന്നെ അമ്മമാർ ടേസ്റ്റ് ചെയ്ത് നോക്കണം. എന്നിട്ടാണ് പിള്ളേർക്ക് കൊടുക്കുന്നത്. ഇതാരാത്? ആരാന്നത്? കുർണി കടിക്കണേ. ഇതേതാ പാപ്പനാ? മോളി ആന്റിയാ പാപ്പനാ? ഈ അപ്പാപ്പന്റെ പേര് തിരിച്ചാ ബാബ പാപ്പനാ? ഈ അപ്പാപ്പ അമ്മാമ്മ എന്തെന്ന് വെച്ചേ? ആച്ചിക്കൂട്ടൻ എന്തെന്ന് നോക്കി? അച്ചിക്കുട്ടന്റെ ടോർച്ചനകത്തിന് കണ്ടല്ലേ? അമ്മാമ്മ വെച്ചുണ്ടായില്ലേ? അതാരത്? ചായ കണ്ടിട്ടാ അംഗനവാടി കൊണ്ടാക്കടാ. സ്കൂളിൽ പോടാ. അപ്പാപ്പൻ പോവാന്ന്. കട തുറക്കണെന്ന് നേരം വൈകോടെ എത്തുമ്പോ നാളെ പോവാം. എന്നിട്ടാ പറഞ്ഞേ കൊടുക്ക്. ചാറ്റോക്ക് ദേ ഉമ്മ തന്നെ പറ്റും. ചാറ്റ കൊടുക്ക്. ചാറ്റ കൊട എടുത്തിട്ടില്ലല്ലേ? കാണിക്കണത് പിടിച്ചോലെ. എന്തിട്ട് കാണിക്ക
കാടുറ്റിക്ക് പോവാ. ബസ് കയറ്റി വിട്ടോട്ടോ എന്നെ കാടുറ്റിക്ക്. കാടുറ്റിക്ക് അവനെ കയറ്റി വിട്ടോ. ബസ്സിൽ കയറ്റി വിട്ടോ. നീ പൊക്കോ. ഇല്ലേ നീ പൊക്കോ. നീ കാടുറ്റിക്ക് പൊക്കോ. ബസ്സിൽ കയറി പൊക്കോ. നീ പൊക്കോ പാപ്പൻ്റെ കൂടെ. ബസ്സിൽ കയറി പൊക്കോട്ടാ. ബസ് കയറ്റാൻ പോണതാ. ആ ഓക്കെ പൊക്കോ. തൊപ്പിക്കട്ടെ. ബൈ ബൈ. അപ്പാപ്പനെ ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ട് പേടിയില് കൊച്ചിരിക്കണ്. ടാറ്റ ബൈ ബൈ കൊടുത്തേ ബ്രോ. ബൈ ബൈ. ആ ഉമ്മ കൊടുത്തേ. ആ പാപ്പൻ ബൈ ബൈ. പൂച്ചയാ പോണ് പാപ്പന്റെ മക്കളും കൂടി. അവ കൈ പിടിക്കണല്ലേ. ഇന്ന് അപ്പച്ചൻ നമ്മുടെ അടുത്ത് വീട്ടില് പറയാണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ഞാൻ വീട്ടിക്ക് പോയിട്ട് കുറെ ദിവസമായി. വീട്ടിക്ക് പോയിട്ടെന്ന് പറഞ്ഞാൽ ചേട്ടായി പോയി കഴിഞ്ഞപ്പോ എന്നെ വീട്ടിക്ക് പോയിട്ടില്ല. അമ്മച്ചിക്കാണെങ്കിൽ വയ്യായികയാണ് അവിടെ. വയ്യായിക എന്താ പറയാ, ഫസ്റ്റ് തന്നെ കാലുവേദന തുടങ്ങി. കാലുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാര കാലുവേദനയാണ്. രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റണില്ല. ഈ ഫുള്ള് എന്തോ ഭയങ്കര വേദന. ഇതിന് മുൻപ് കുറേ ദിവസം മുൻപ് ഇങ്ങനെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അത് മാറി മാറി ഇങ്ങനെ ഇപ്പം കുറേ നാളായിട്ട് കാലുവേദന പ്രശ്നങ്ങളില്ലാണ്ടിരുന്നായിരുന്നു. അപ്പോൾ ഇപ്പം കാലുവേദന വീണ്ടും തുടങ്ങി. അപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞു. ഫിസിയോതെറാപ്പി ചെയ്ത് തുടങ്ങി ഇങ്ങനെ ഒരു 3-4 ദിവസം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അമ്മച്ചിക്ക് അടുത്ത ഒരു പണി കിട്ടി. അത് ഇൻഫെക്ഷൻ വന്നു. ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീർക്കെട്ട് വന്നു കഴിഞ്ഞപ്പോൾ അപ്പോളോയിൽ പോയി. അപ്പോളോ പോയപ്പോൾ അവർ പറഞ്ഞു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്, ആൻറ്റിബയോട്ടിക് കഴിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ആൻറ്റിബയോട്ടിക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മുൻപ് ഇങ്ങനത്തെ ഒരു ഇൻഫെക്ഷൻ വന്നിട്ടാണ് അമ്മച്ചിക്ക് സംസാരിക്കാൻ കുറേ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ പ്രശ്നം, ജലദോഷം വന്നാൽ പ്രശ്നം, ചുമ വന്നാൽ പ്രശ്നം, അങ്ങനെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അമ്മച്ചിക്ക് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാവും. വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ 2 പിള്ളേരും കൊണ്ട് അവിടെ ഇപ്പം 2 ദിവസമെങ്കിലും നിൽക്കാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മച്ചിയെ കൊണ്ട് താങ്ങില്ല. അമ്മച്ചിക്ക് പറ്റില്ല. ഒന്നാമത്തെ കാര്യം അബ്രുവിനെയൊക്കെ എടുത്തുകൊണ്ട് നടക്കേണ്ടി വരും. പിന്നെ ഇവർ 3 പേരും കൂടി, ഹസിയും ആദവും അബ്രും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഇവർക്ക് തമ്മിൽ സ്നേഹമുണ്ട്. സ്നേഹത്തിലാണ് ചെയ്യണത്. അതൊരു തല്ലുകൂട്ടത്തിലേക്ക് മാറും. അപ്പോൾ നമ്മൾ അവരുടെ കൂടെ ഏത് സമയം നമ്മുടെ കണ്ണ് അവരുടെ കൂടെ. ഇപ്പം നമ്മൾ ആദത്തിനെയും അബ്രുവിനെയും നോക്കുമ്പോഴാണെങ്കിലും ഇവർ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് തല്ലുപിടിക്കും. നമ്മൾ നോക്കി നിന്നുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെയാണ് ഇവർ 3 പേരും കൂടി കൂടുമ്പോഴും. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അമ്മച്ചിക്ക് ഒരു ആവുന്നത് കൊണ്ട് തന്നെ ഞാൻ വീട്ടിലേക്ക് പോയിട്ടില്ല. വീട്ടിലേക്ക് പോകാത്തതിന് എനിക്ക് അമ്മച്ചിനെ കാണണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പിന്നെ പിള്ളേർക്ക് ജലദോഷവും ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് അമ്മച്ചിക്ക് അങ്ങനെ വീണ്ടും വന്നു കഴിഞ്ഞാൽ ഈ ഇൻഫെക്ഷനൊക്കെ വന്നതിൻ്റെ മെയിൻ കാരണം ജലദോഷവും ചുമയൊക്കെ എങ്ങനെയോ കിട്ടിയിട്ടുണ്ട്. എങ്ങനെ കിട്ടിയെന്നുള്ളത് എനിക്കറിയില്ല. നമ്മുടെ ക്ലൈമറ്റ് അത് കിട്ടുന്നത് ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് പകരുന്നതല്ല. ഇപ്പം ഇവരുടെ കയ്യിൽ നിന്ന് പകരുമെന്നൊന്നും എനിക്കറിയില്ല. കാരണം ക്ലൈമറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ അമ്മച്ചിക്കും പ്രതിരോധശേഷി, ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ പോലെയാണ്. ഇപ്പോൾ അടുത്ത് കൂടെ പോയി കഴിഞ്ഞാൽ അമ്മച്ചിക്ക് കിട്ടും. അതുകൊണ്ട് ഞാൻ ആ റിസ്ക് എടുത്തില്ല. അമ്മച്ചിക്ക് പിള്ളേരെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായി. പക്ഷെ അമ്മച്ചിക്ക് വരാൻ പറ്റാന്ന് പറഞ്ഞാൽ കാലുവേദന, വണ്ടിയിൽ എത്ര ദൂരം ഇരുന്ന് അങ്ങനെ വരാനും ഇതിനൊക്കെ പാടായതുകൊണ്ട് അമ്മച്ചി വന്നില്ല. അപ്പച്ചൻ നമ്മുടെ അടുത്ത് പറയാണ്ട് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. അമ്മച്ചിയുടെ അടുത്ത് അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചു എന്തിനാ അപ്പച്ചനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേ. അപ്പോൾ അമ്മച്ചി പറയണ്ടായി ഞാൻ പറഞ്ഞു വിട്ടതെന്നല്ല, അപ്പച്ചൻ രാവിലെ തന്നെ ഷർട്ടും മുണ്ടൊക്കെ കൊണ്ട് അപ്പച്ചൻ വീട്ടിൽ നിന്ന് പോന്നു. വീട്ടിൽ നിന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിട്ട് അപ്പച്ചൻ ഷർട്ടും മുണ്ടൊക്കെ എടുത്ത് രാവിലെ തന്നെ കടയ്ക്ക് പോയിട്ടുണ്ടായി. എന്നിട്ട് കടയിൽ നിന്നാണ് നമ്മുടെ ഇവിടേക്ക് വന്നത്. കടയിൽ നിന്ന് ഇവിടേക്ക് നമുക്ക് ആമ്പല്ലൂർക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് ബസ്സുണ്ട്.
അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ കടയ്ക്ക് തന്നെ പോവാണ് ചെയ്ത്. ബസ്സിനാണ് വന്നത്, വണ്ടിയുമ്പോൾ വന്നില്ല. വണ്ടിയുമ്പോൾ അത്ര ദൂരം. ഒന്നാമത്തെ കാര്യം മഴയത്തൊക്കെ വരുമ്പോൾ അപ്പച്ചനും എന്ന് പറയാ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, വണ്ടി ഓടിച്ച് വരാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അപ്പച്ചൻ നോക്കിയപ്പോൾ ബസ്സിന് വന്നു കഴിഞ്ഞാൽ അത് ഈസിയാണല്ലോ, അതിൽ കയറി ഇരിക്കുക, ഇവിടെ എത്താൻ ഇറങ്ങാം, അങ്ങനെയുള്ള. അപ്പം അങ്ങനെ അപ്പച്ചനിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അമ്മിച്ചി വിളിക്കുമ്പോഴാണെങ്കിലും അമ്മിച്ചിക്ക് വയ്യെങ്കിൽ അമ്മിച്ചി എന്നോട് ചോദിക്കുന്നുണ്ട്, നീ എന്നാ വന്ന, എനിക്ക് വയ്യാന്നുള്ളത് നീ നോക്കണ്ട, നീ ഇവിടെ വായോ എന്ന് എന്നോട് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ അമ്മിച്ചോട് പറഞ്ഞേ കുഴപ്പമില്ല, അമ്മിച്ചോടെ റെസ്റ്റ് എടുക്ക്, അതായത് ഇപ്പൊ വയ്യായിക ഫുള്ള് മാറട്ടെ, അല്ലാണ്ട് ഇപ്പൊ പിള്ളേരെ എടുത്തുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ പിന്നെ അത് കൂടും. അബുറൊക്കെ ചിലപ്പോൾ എടുക്കാൻ പറയും. അപ്പൊ അങ്ങനെ എടുക്കുമ്പോ അമ്മച്ചിക്ക് അത് കൂടും. പിന്നെ നമ്മളായിട്ട് കൂട്ടണേ, ഒന്നാമത് അതിന് വയ്യ, പിന്നെ നമ്മളായിട്ട് ഇത് ചെയ്യണ്ടേ. ഇവിടെ പിന്നെ അപ്പച്ചനുണ്ട് അമ്മച്ചിയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മച്ചി സമാധാനപ്പെട്, ഇവിടെ ഇപ്പൊ എൻ്റെ കാര്യത്തിന് യാതൊരു തരത്തിലുള്ള കുറവില്ല, അപ്പച്ചനുണ്ട് അമ്മച്ചിയുണ്ട്, മാറി എടുക്കാനാണെങ്കിലും നോക്കാനാണെങ്കിലും എല്ലാ കാര്യത്തിനും അവരുണ്ട്. അപ്പൊ പിന്നെ അതാലോചിച്ച് ടെൻഷൻ അടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്നാലും പിള്ളേരെ കാണാമെന്നൊരു കൊതി കൊണ്ടായിരിക്കാം. പിന്നെ ഞാൻ വന്ന് ചെന്നിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായില്ല, അമ്മച്ചിക്ക് ഇങ്ങോട്ട് വരാനും പറ്റണില്ല. ആ ഒരു വിഭ്രാന്തി കൊണ്ടാണ് എന്നോട് പറയുന്നത്. മോള് വിളിക്കുമ്പോൾ എന്നും വിളിക്കുമ്പോൾ ഇതേ പറയാനുള്ളൂ ആൾക്ക്. അപ്പം ഞാനൊരു സമാധാനപ്പെടുത്തി ഇങ്ങനെ ആശ്വസിപ്പിച്ച് ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ വരാം എന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പം ഞാനൊരു ഇതിൽ പോകണമെന്നുണ്ട്. ഇവിടെയാണെങ്കിലും ഇവർക്ക് ആദ്യത്തിന് കളിക്കാൻ പിള്ളേരുകളുണ്ട്. അവർ കളിക്കാൻ വരുമ്പോൾ ആദ്യം ആ കളിയിൽ ഇങ്ങനെ ഏർപ്പെട്ട് പോകും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് ആരുണ്ട്. ഹസി ചിലപ്പോൾ കൊല്ലൂർക്ക് പോയി കഴിഞ്ഞാൽ ആദം കട്ട പോസ്റ്റും, പിന്നെ ആദത്തിന് പ്രാന്തളക്കും. ഇവിടെയാണെങ്കിൽ ആദം ഇങ്ങനെ വിജലിമ്പിച്ച് ഇങ്ങനെ ഓടി ചാടി നടക്കുന്നതാണ്. അവിടെ എത്തിക്കഴിയുമ്പോൾ കൊച്ചിൻ്റെ കൂട്ടിലിട്ട പോലെയാവും. പിന്നെ പാടത്തേക്ക് പോകും, അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിച്ചോട് പറഞ്ഞു, ഇവിടെ നിൽക്കട്ടെ, കുറച്ച് ദിവസം കൊണ്ട് നിൽക്കട്ടെ, അത് കഴിയുമ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞേക്കണം. ചില വയ്യായികകൾ കാര്യങ്ങളൊക്കെ മാറാനും കാലുവേദനയും എല്ലാ കാര്യങ്ങളും മാറി ഒന്ന് പഴയ ഇതിലേക്ക് മിച്ചി സ്ട്രെങ്ത്. ഞാൻ അവിടെ എന്താ പറയുക, അബ്രുവിനെ ഈ സമയത്തായിരുന്നു, കഴിഞ്ഞ മെയ്യിലായിരുന്നു അബ്രുവിനെ ഞാൻ പ്രസവിച്ചെടുക്കുന്നത്. ആ സമയത്തൊന്നും അമ്മച്ചി ഓക്കെ ആയിരുന്നു കേട്ടോ. അതായത് അമ്മച്ചി ഫുൾ ടൈം ബിസി ആയിരുന്നു. അമ്മച്ചിക്ക് അധികം അസുഖങ്ങളോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അമ്മച്ചി ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് അമ്മച്ചിക്ക് ഓരോ വയ്യായികകൾ കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. ആ ടൈമിൽ വയ്യായികയെക്കുറിച്ച് ആലോചിക്കാനുള്ള സമയം പോലും അമ്മച്ചിക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പം എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഭയങ്കര വേദനയും പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക. ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അമ്മച്ചിന് ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക. അപ്പോഴത്തെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ, സീ യു.